കട്ടപ്പനയിൽ മലയാള മനോരമ സംഘടിപ്പിച്ച കർഷക സഭയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ക്രോഡീകരിച്ച് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ചെയ്യാൻ കഴിയുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. മലയാള മനോരമ കർഷകശ്രീ മാസികയുടെ 30ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കർഷക സഭയുടെ 3ാം ദിനത്തിൽ കുരുമുളക് കൃഷി സംബന്ധിച്ച് നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. മലയാള മനോരമ കർഷകശ്രീ മാസികയുടെ 30ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കർഷക സഭയുടെ 3ാം ദിനത്തിൽ കുരുമുളക് കൃഷിയായിരുന്നു വിഷയം. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മറ്റിടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കുരുമുളകിന് ഇടുക്കിയിലേതിന്റെ അത്രയും മൂല്യം ഇല്ലെന്നും അത് മനസ്സിലാക്കി ഇടുക്കിയിലെ കൃഷി ആഗോള തലത്തിലേക്ക് ഉയർത്തണമെന്നും കളക്ടർ പറഞ്ഞു. നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള ഒരു സ്പെസിഫിക് നീഷ് മാർക്കറ്റിനുള്ളിലാണ് നമ്മൾ പോകേണ്ടത്. സോ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ജില്ലാ ഭരണകൂടവും അതേപോലെ വട്ടക്കട പോയപ്പോൾ വട്ടക്കടയിൽ അവരുണ്ട് ഹ്യൂജ് വെജിറ്റബിൾസ് ഉണ്ടല്ലേ, ബട്ടർ ബീൻസ്, സോയാബീൻസ്, പിന്നെ ഈ ഗാർലിക്കെല്ലാം. ഇത് ഇവിടെ മാർക്കറ്റ് അത്രയില്ലെന്നാണ് ഞാൻ ബോധ്യപ്പെട്ടത്. പക്ഷേ ഇത് അങ്ങോട്ടേക്ക് തമിഴ്നാട്ടിൽ പോയി. തമിഴ്നാട്ടിൽ ഈ ബട്ടർ ബീൻസ്, സോയാബീൻസ് എല്ലാം ഈ ഹൈ ഡിമാൻഡിലാണ്. കിലോ 200 rupees വരെ മേടിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ വിൽപ്പന ചെയ്യുന്നത് 40 rupees 50 rupees വേണ്ടിയാണ്. ബിക്കോസ് അതിന് ഒരു ഹിഡൻ ഒരു ലാൻഡ് ഇഷ്യൂ, ആ ലാൻഡ് ഇഷ്യൂ കൂടി നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ മറ്റൊരു കാര്യം, അവിടെ മണി ലെൻഡേഴ്സ് കൂടുതലും ഈ ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങൾ കൊടുത്തിട്ട് അവരുടെ തന്നെയാണ് മേടിക്കാനുള്ള ഒരു ഇൻഡയറക്റ്റ് നിർബന്ധമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർഷക സഭയിൽ മന്ത്രി കെ രാജൻ ഓൺലൈനായി പങ്കെടുത്തു. ശാന്തൻപാറ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിലെ ഡോക്ടർ ആർ മാരിമുത്തു സെമിനാറിൽ മോഡറേറ്ററായിരുന്നു. ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ എ അഷിബ, കോഴിക്കോട് IISRലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ പി രാജീവ് എന്നിവർ ക്ലാസുകളെടുത്തു. മാതൃകാ കർഷകരായ പീറ്റർ ജോസഫ്, CV റോയി എന്നിവർ കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി കർഷകർ സെമിനാറിൽ പങ്കെടുത്തു.